പരമപൈത്രവതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ. അച്ഛൻ RSSലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണോ? RSSൽ ആർക്കും വർക്ക് ചെയ്യും. ഞാനിപ്പോൾ RSS ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. വിജയദശമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹിഷാസുരൻ എന്ന് പറയുന്ന അധർമ്മത്തെ ദുർഗാദേവിയാകുന്ന ധർമ്മം കൊണ്ട് തോൽപ്പിക്കുക. നമ്മുടെ ഹൃദയത്തിൽ തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘം ആരംഭിക്കുന്നത് ഈ വിജയദശമി ദിനത്തിലാണ്. അച്ഛൻ ഗണഗീതം പാടിയതിനു ശേഷം വീണ്ടും ഇതേ ഗണഗീതം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അത് വന്ദേ ഭാരത് ട്രെയിനിലെ കുറച്ച് കുഞ്ഞുങ്ങളാണ്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി അതിനകത്ത് രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല. രാഷ്ട്രീയമോ മതമോ ഒന്നും കലർത്തണ്ട. ശരിക്കും പറഞ്ഞാൽ മലയാളം അറിയാവുന്ന ഒരു വ്യക്തി ഇതിന് വിവാദം ഉണ്ടാക്കുന്നു. അച്ഛന് അന്ന് ആദ്യമായിട്ടായിരുന്നു ഒരു RSS പരിപാടിയിലേക്ക് പോകുന്നത്. പല നിറമെങ്കിലും ഒറ്റ മനസ്സായി ഇടർന്നിടുന്നു മുകുളങ്ങൾ, ഇടർന്നിടുന്നു മുകുളങ്ങൾ. ഹൈന്ദവര് പറയുന്ന ഞങ്ങളുടെ അച്ഛൻ എന്നാ പറയും, നിങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ അച്ഛൻ എന്നാ പറയും. ഈ 60 പേരോളം ഗണവേഷം ധരിച്ചോളുണ്ട്. അതിൽ 58 പേരും എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നവരാണ്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് RSS ആണ്. എൻ്റെ പരിചയത്തിൽ ക്രിസ്ത്യാനികൾ RSSൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പേരും കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ക്രിസ്ത്യാനികൾ